ശുക്രൻ. ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025 കാർ എക്സ്പോയിൽ അല്ലെങ്കിൽ കാറിൻ്റെ കുറച്ച് സെഗ്മെൻ്റാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഓട്ടോ എക്സ്പോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലോഞ്ചുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പോയിൽ ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള കുറേ ന്യൂസുകളൊക്കെ കവർ ചെയ്ത് പോകും. അപ്പം എക്സ്പോയ്ക്ക് 2-3 ദിവസം മുമ്പ് തന്നെ ലോട്ടസ് എമിറയൊക്കെ ലോഞ്ച് ചെയ്തു. എമിറയെക്കുറിച്ച് പറയാം. എമിറയ്ക്ക് ഏകദേശം 3.25 കോടി രൂപയാണ് ലോട്ടസ് ചോദിക്കുന്നത്. AMG എഞ്ചിനുള്ള 2 ലിറ്റർ ഇൻലൈൻ ഫോറിന്. മാനുവൽ വേണമെങ്കിൽ V6 മേടിക്കണം, അതിന് ഇതിനും വില. ആര് മേടിക്കും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരാളുടെ കയ്യിലും കൺസിഡറേഷനിൽ പോലും ഇല്ല, ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എക്സ്പോയിൽ വന്നപ്പം MGയുടെ കുറച്ച് ന്യൂസ് എന്ന് പറയാനായിട്ട് MG ഗ്ലോസ്റ്ററിൽ ഒരു ഫേസ് ലിഫ്റ്റ് കാണിച്ചു. ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം നിലവിൽ ഗ്ലോസ്റ്റർ തുടർന്നു പോകും. ഇവർ MG മജസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചിട്ടുണ്ട്. വെളിയിൽ ചൈനയിൽ സായിക്ക് MGയുടെ D90 എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ആ വണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്ന് മജസ്റ്റർ എന്ന് പറഞ്ഞ് വയ്ക്കുന്നു. ഫോർച്യൂണർ ലെജൻഡറിനിട്ട് തട്ടാനാണ്. ആരെ തട്ടുമെന്ന് കണ്ടറിയാം. അതാണ് ഈ MGയുടെ ഉള്ളത്. പിന്നെ MG ഒരു MPV ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ MG സൈബർസ്റ്റർ ഇലക്ട്രിക് സൂപ്പർ കാറൊക്കെ കാണിച്ചു. ഈ ഇത്രയൊക്കെ ഉള്ളൂ MGയുടെ സൈഡിൽ നിന്നുള്ളത്. കൂടുതൽ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ലോഞ്ചും എക്സ്പോയും ഒക്കെ ആയിരുന്നു ഇത് കൂടുതലും. പിന്നുള്ളത് ഇന്ത്യൻ മാനുഫാക്ചറുള്ള ടാറ്റ ഹാരിയർ ഓൾ വീൽ ഡ്രൈവ് അവസാനം വന്നു. പക്ഷെ അത് ഇലക്ട്രിക് ആണ്. ഏകദേശം 500 മുതൽ 600 കിലോമീറ്റർ റേഞ്ചും ഒരു 60 കിലോവാട്ട് ബാറ്ററി പാക്കൊക്കെയാണ്. പക്ഷെ 60 കിലോവാട്ട് ബാറ്ററി എന്നൊക്കെ ഇങ്ങനെ 500 കിലോമീറ്റർ കിട്ടിയെന്നൊക്കെ എനിക്കിപ്പോഴും ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി. അതുതന്നെ എനിക്ക് എല്ലാം കൂടെ കേട്ടിട്ട് തിരിഞ്ഞു പോയതാണ്. അങ്ങനെ ടാറ്റയുടെ വേറൊരു എക്സൈറ്റിംഗ് എന്നൊക്കെ പറയാം, ടാറ്റ സിയാറ തിരിച്ചു വന്നു. കുറച്ചുകൂടി വലിയ സബ്സ്റ്റാൻഷ്യൽ വണ്ടിയാണ്. ഒരു മഞ്ഞ കളറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന് അതിന് ഡിസൈനർ ഉറപ്പ് തന്നേക്കുന്നു. ടാറ്റയുടെ പുതിയ എഞ്ചിനായ ഒരു 1.5 ടർബോ പെട്രോൾ എഞ്ചിനാണ് അതിന് വരാൻ പോകുന്നത്. സിയറ EV പുറകിലുണ്ടാവും, ഈ വർഷം തന്നെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ടാറ്റ സ്ഥിരം കോമഡി പരിപാടിയായിട്ടുള്ള ഓരോ ലോഞ്ചുകളൊക്കെ കൊണ്ടുവന്നു. ബന്ദിപ്പൂർ എഡീഷൻ എന്നൊക്കെ പറഞ്ഞ ഓരോ സാമാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് ഇങ്ങനത്തെ ഓരോ എഡീഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മുമ്പ് ഇതുപോലെ കാസിരംഗ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ വരുമോ? ശബരിമല എഡീഷനൊക്കെ വരായിരുന്നാൽ മതി. പിന്നെ ടാറ്റ അവിന്യ കൺസെപ്റ്റ് കാണിച്ചു. എനിക്ക് പണ്ട്, അതായത് മുമ്പ് ഒരു എക്സ്പോയിൽ ടാറ്റ അവിന്യ കാണിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ടാറ്റയ്ക്ക് പണ്ട് മാഗ്ന എന്ന് പറയുന്നൊരു സെഡാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷനിലൊന്നും വന്നിട്ടില്ല. വളരെ കുറച്ച് യൂണിറ്റ്സ് ടാറ്റയുടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അധികം ആർക്കും അങ്ങനെ അറിയാൻ വയ്യ അങ്ങനെ ഒരു വണ്ടിയുടെ കാര്യം. പ്രത്യേകിച്ച് സെഡാനിൻ്റെ ഒരു അന്ത്യമുള്ളൊരു കാലമാണ്. എല്ലാവരും കോമ്പാക്ട് SUVകളിലോട്ട് ചാടി മറിഞ്ഞിട്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മാർക്കറ്റ്. ഹ്യുണ്ടായി അവരുടെ അയോണിക് 9 എന്ന് പറയുന്നൊരു ഇലക്ട്രിക് SUV കാണിച്ചു. ഭയങ്കര സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു വണ്ടി. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. കാരണം ഹ്യുണ്ടായി അയോണിക് ലൈനപ്പിനോട് തന്നെ എനിക്ക് പേഴ്സണലി ചെറിയൊരു ഇഷ്ടമുണ്ട്. അവരുടെ അയോണിക് 5 ആയിക്കോട്ടെ, അയോണിക് 5N ആയിക്കോട്ടെ, അവരുടെ ഒരു N74 വിഷൻ കൺസെപ്റ്റൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. ഒരു റെട്രോ, ഒരു ഗെയിമിൽ നിന്നൊക്കെ വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ദാറ്റ് EVs ക്യാൻ ബി ഫൺ എന്നുള്ളതും, പിന്നെ അയോണിക് 5N ഗിയർ ബോക്സ് സിമുലേറ്റ് ചെയ്തതൊക്കെ കൊള്ളാം. കാണാൻ രസമൊക്കെ ഉണ്ട്. പിന്നെ പറയുന്ന ആൾക്കാരൊക്കെ BMW എന്നൊക്കെ വന്നതാണല്ലോ, ആൽബർട്ട് ബെർമാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. E46 M3 ഒക്കെ കാരണക്കാരനാണ് അദ്ദേഹമായിരുന്നു. അതൊക്കെയാണ് ഹ്യുണ്ടായുടെ ഉള്ളത്. പിന്നെ സ്റ്റാരി MPV കാണിച്ചു. ക്രെറ്റ EVയുടെ പ്രൈസിങ് ഒക്കെ പുറത്തു വന്നു. B6 സിമിലർ ആയിട്ടുള്ള പ്രൈസിങ് ഒക്കെയാണ്. എനിക്ക് പ്രൈസിങ് കണ്ടിട്ട് ആൾക്കാർ ഇപ്പോഴും B6 പോകുന്ന പോലെ ഉണ്ട്. രണ്ട് മാർക്കറ്റിൽ പുതിയതാണ്. പക്ഷേ ഹ്യുണ്ടായി ആണ് ഈ പറയുന്ന EV ഗെയിമിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം പറയണ്ടല്ലോ, EV6 പോലുള്ള സാധനങ്ങളൊക്കെ കിയയായിട്ടൊക്കെ ചേർന്ന് അയോണിക് 5N ഉണ്ട്. EV6 ഫേസ് ലിഫ്റ്റും വന്നു. കിയയുടെ സൈഡിൽ നിന്ന് അതേ ഉള്ളായിരുന്നു ഒരു ന്യൂസൊക്കെ, വേറെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇസുസു D-Maxന്റെ EV കൺസെപ്റ്റ് വന്നു. പിന്നെ സ്കോഡ എൽറോക്ക് ഒക്കെ കൊണ്ടുവന്നു കാണിച്ചു. പുതിയ പ്ലാറ്റ്ഫോമാണ്. അത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം കൺഫേം ഒന്നും ആയിട്ടില്ല. പിന്നുള്ളത് അവരുടെ വിഷൻ 7S കൺസെപ്റ്റൊക്കെ കാണിച്ചു. സ്കോഡ സൂപ്പർബ് കാണിച്ചു. സ്കോഡ സൂപ്പർബ് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. CBU ആണ്, 4x4 ആണ്, അതായത് സ്കോഡയുടെ ഹാൽഡെക്സ്. എല്ലാവരും വിചാരിച്ച് 2 ലിറ്റർ TSI ആണെന്ന്. അല്ല, ഗ്ലോബലി വരുന്നത് ഡീസലിനാണ്. സോ ദ TDI ഈസ് ഫൈനലി കമ്മിങ് ബാക്ക് ടു ഇന്ത്യ. CBU ആയിരിക്കും, അതുകൊണ്ട് ഹെഫ്റ്റി ആയിട്ടുള്ളൊരു പ്രൈസ് ടാഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ ആൾക്കാർ മേടിക്കും. കാര്യം TDI ആയിട്ടുള്ളൊരു ഇഷ്ടവും 2025 ഒരു മെയിൻ സ്ട്രീം മാനുഫാക്ചർ ഇന്ത്യയിലോട്ടൊരു ഡീസൽ എഞ്ചിനായിട്ട് വരികയാണ്.
പക്ഷേ ഫോക്സ് വാഗൺ ഒന്നും വന്നിട്ടില്ല, ഫോക്സ് വാഗൺ എക്സ്പോയിലൊന്നും വന്നില്ലായിരുന്നു. പിന്നെ സ്കോഡ ഒക്ടാവിയ RS, എല്ലാവരും കാത്തിരുന്ന വണ്ടി. ആൻഡ് ഇറ്റ്സ് ഫൈനലി ഹിയർ. മറ്റേ 265 ഹോഴ്സ് പവർ ഒക്കെയാണ് ഫിഗേഴ്സ്, 370 Nm സംതിങ് ടോർക്ക്. കുറച്ച് എക്സ്പെൻസീവ് ആവും കാണാനൊക്കെ. മുമ്പിലത്തെ ജനറേഷൻ ഒന്നുകൂടെ ഒന്ന് ട്വീക്ക് ചെയ്ത പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര കൾട്ട് ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അതെന്തായാലും കൺഫേംഡ് ആണ് വണ്ടിയുടെ കാര്യം.